പ്രിയമുള്ളവരെ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മൾ ശ്രവിക്കുക. പത്രോസ് ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചസ്സുകൾ നിൻ്റെ പക്കലുണ്ടല്ലോ. പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ ആശയങ്ങൾക്കോ പ്രബോധനങ്ങൾക്കോ പഠനങ്ങൾക്കോ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്ഥായിയായ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധ്യമല്ല. എന്നാൽ കർത്താവിൻ്റെ വചനം ഒരു വ്യക്തിയുടെ ഹൃദയത്തെ തൊടുമ്പോൾ ആ വ്യക്തിയിൽ അത്ഭുതകരമായ ഒരു വ്യതിയാനം കടന്നു വരിക. വിശുദ്ധി ജീവിക്കുവാനും നിർമ്മലമായ ഒരു ജീവിതം നയിക്കുവാനും പാപകരമായ സാഹചര്യങ്ങളിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനൊക്കെ ദൈവത്തിൻ്റെ വചനം നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്. ഇന്ന് നമുക്ക് വേണ്ടി ദൈവവചനം പങ്കുവെച്ച് വ്യാഖ്യാനിക്കുവാൻ ദൈവത്താൽ നിയുക്തരായി കടന്നു വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് വയലച്ചനാണ്. അച്ഛനിപ്പോൾ ഷാലോം ടെലിവിഷൻ്റെ ചെയർമാനായിട്ട് ശുശ്രൂഷകൾ സഹകരിക്കുന്നു. അതുപോലെ തന്നെ സൺഡേ ഷാലോമിൻ്റെ അസോസിയേറ്റ് എഡിറ്ററാണ്. അച്ഛൻ്റെ ഒത്തിരി ലേഖനങ്ങളും മാഗസിനിലും പത്രത്തിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. അച്ഛനെ നിങ്ങൾക്ക് ഏറെ സുപരിചിതമാണ്. അച്ഛന് ദീർഘകാലം ദേവഗിരി കോളേജിൽ, സെൻറ്റ് ജോസഫ് ദേവഗിരി കോളേജിൽ അധ്യാപകനായും തുടർന്ന് അവിടെ പ്രിൻസിപ്പാളുമായി ഒക്കെ ശുശ്രൂഷ ചെയ്തിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അച്ഛനിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന സമയം ഇത്. തുറന്ന ഹൃദയത്തോടെ, തുറന്ന മനസ്സോടെ ദൈവവചനത്തിൻ്റെ മുമ്പിൽ നമുക്കായിരിക്കാം. നമ്മുടെ കരങ്ങളടിച്ച് വലിയ സന്തോഷത്തോടെ നമുക്ക് കർത്താവിൻ്റെ ദാസനെ ഈ വേദിയിലേക്ക് നമുക്ക് സ്വീകരിക്കാം. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ നൈറ്റ് വിജിലിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഈ രാത്രിയിൽ കർത്താവ് വ്യക്തിപരമായി സന്ദർശിക്കട്ടെ. അവിടുത്തെ സൗഖ്യം കൊണ്ടും കൃപകൾ കൊണ്ടും നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മളുടെ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായി ഒരു ദൈവവചനം ഞാൻ എടുത്തിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 38-ാമത്തെ വചനമാണ്. അത് 2 ചോദ്യങ്ങളാണ്. നിനക്ക് ഞങ്ങളെപ്പറ്റി വിചാരമില്ലേ? ഞങ്ങൾ നശിക്കാൻ പോകുന്നത് നീ കാണുന്നില്ലേ? സ്ലീഹന്മാർ ഒരിക്കൽ യേശുവിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചതാണ് ഈ 2 ചോദ്യങ്ങൾ. നിനക്ക് ഞങ്ങളെപ്പറ്റി വിചാരമില്ലേ? ഞങ്ങൾ നശിക്കാൻ പോകുന്നത് നീ കാണുന്നില്ലേ? പശ്ചാത്തലം ഇങ്ങനെയാണ്. ഒരിക്കൽ യേശു സ്ലീഹന്മാരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. ഗലീലിയ തടാകത്തിൻ്റെ ഒരു തീരത്ത് നിന്ന് മറ്റൊരു തീരത്തേക്ക് പോകാമെന്ന് അർത്ഥം. അങ്ങനെ യേശു ആവശ്യപ്പെട്ടതനുസരിച്ച് അവർ വള്ളം തുഴഞ്ഞ് അക്കരയ്ക്ക് പോവുകയാണ്. യേശുവും കൂട്ടത്തിലുണ്ട്. യേശുവ വഞ്ചിയിൽ കിടന്ന് ഉറങ്ങി. വഞ്ചി മുന്നോട്ട് പോയി. അതൊരു വൈകുന്നേരം അഥവാ സന്ധ്യാസമയമാണ്. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഗലീലിയ തടാകത്തിൽ കൊടുങ്കാറ്റുണ്ടായി. സ്ലീഹന്മാർ പറഞ്ഞു, ഞങ്ങൾ എത്രയോ വർഷം ഈ തടാകത്തിൽ മീൻ പിടിച്ചവരാ, എത്രയോ വർഷം തോണി തുഴഞ്ഞവരാ, എത്രയോ കാറ്റിനെയും കോളിനെയും തിരമാലകളെയും കണ്ടവരാണ്, അതിജീവിച്ചവരാ. അതുകൊണ്ട് ഈ കൊടുങ്കാറ്റും തിരമാലയും ഒന്നും സാരമില്ല, ഞങ്ങൾ അതിനെ അതിജീവിച്ച് അക്കരയെത്തും. അങ്ങനെ അവരിലേക്ക് തന്നെ, അവരുടെ ശക്തിയിലേക്ക് തന്നെ ജീവിതത്തെ ട്യൂൺ ചെയ്ത് വഞ്ചി തുഴഞ്ഞു. പക്ഷെ കാറ്റ് ശക്തിപ്പെട്ടു. വള്ളം മുങ്ങി മരിക്കും എന്ന് അവർക്ക് ബോധ്യമായി. അപ്പോഴാണ് ആ വള്ളത്തിൽ യേശു ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നവർ ഓർത്തത്. ഉടനെ അവരെ യേശുവിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് യേശുവിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചതാണ് ഈ 2 ചോദ്യങ്ങൾ. നിനക്ക് ഞങ്ങളെപ്പറ്റി വിചാരമില്ലേ? ഞങ്ങൾ നശിക്കാൻ പോകുന്നത് നീ കാണുന്നില്ലേ?
ഈ ചോദ്യത്തിൻ്റെ അർത്ഥവും ആഴവും അതിൻ്റെ പിന്നിലുള്ള വേദനയും അറിയണമെങ്കിൽ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഓർക്കണം. യേശു ആവശ്യപ്പെട്ടപ്പോൾ വീടും കുടുംബവും തൊഴിലും ഒക്കെ ഉപേക്ഷിച്ച് പോയവരാണ് സ്ലീഹന്മാർ. അങ്ങനെ യേശുവിൻ്റെ കൂടെ നടക്കുമ്പോൾ യേശു അനേക അത്ഭുതങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഈ ആളുകൾ ആവശ്യപ്പെടാതെ പോലെ അങ്ങോട്ട് പോയി ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ യാത്ര ആരംഭിച്ചത് പോലും യേശു ആവശ്യപ്പെട്ടിട്ടാണ്. എന്നിട്ടും ഇങ്ങനെയൊക്കെ നീ പറയുന്നതെല്ലാം ചെയ്തിട്ടും ഞങ്ങൾക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ നീ വള്ളത്തിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ടും നീ എന്തായി കിടന്ന് ഉറങ്ങുന്നേ? അതിൻ്റെ അർത്ഥം എന്താ? നിനക്ക് ഞങ്ങളെപ്പറ്റി വിചാരമില്ല, നിനക്ക് ഞങ്ങളെപ്പറ്റി വിചാരമില്ലെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഈ ചോദ്യം ഈ വേദനയോടുകൂടി ചോദിച്ചപ്പോൾ യേശു ഉറക്കം തെളിഞ്ഞ് എഴുന്നേറ്റ് കൈകൾ ഉയർത്തി 2 വാക്കുകൾ പറഞ്ഞു: അടങ്ങുക, ശാന്തമാവുക. 3 കാര്യങ്ങൾ അടങ്ങി. കാറ്റടങ്ങി, തിരമാല ശമിച്ചു. കടലിനേക്കാളും തിരമാലകളുണ്ടായിരുന്ന സ്ലീഹന്മാരുടെ മനസ്സ് ശാന്തമായി. യേശുവിൻ്റെ ഉയർത്തപ്പെട്ട കരത്തിൻ്റെ കീഴിൽ അടങ്ങുക, ശാന്തമാവുക എന്ന അവൻ്റെ കൽപ്പനയുടെ കീഴിൽ പ്രകൃതിയും മനുഷ്യൻ്റെ മനസ്സും ഒരുപോലെ ശാന്തമായി. ഇപ്പം സ്ലീഹന്മാർ ചോദ്യം ചോദിക്കുമ്പോൾ അവരുടെ ജീവിതം കൈവിട്ടു പോയ ഒരവസരം. ഈ ജീവിതം കൈവിട്ടു പോകുന്ന ഈ അവസ്ഥയ്ക്ക് ഞാൻ ഇംഗ്ലീഷിലൊരു വാക്ക് പറയാറുണ്ട്: 0 hour. ZDRO, 0 hour എന്ന് വെച്ചാൽ ശൂന്യതയുടെ നിമിഷം, എല്ലായിടത്തും അന്ധകാരം വ്യാപിച്ച നിമിഷം, എല്ലാ പ്രതീക്ഷയും കൈവിട്ടു പോയ നിമിഷം, മുന്നിൽ ഒരു വെളിച്ചവും കാണാത്ത നിമിഷം, ഇനി രക്ഷപ്പെടുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത അവസ്ഥ. ഈ അവസ്ഥയാണ് 0 hour, കൈവിട്ടുപോയ അവസ്ഥ. ഈ അവസ്ഥയിലാണ് സ്ലീഹന്മാർ ചോദ്യം ചോദിച്ചത്: നിനക്ക് ഞങ്ങളെപ്പറ്റി വിചാരമില്ലേ? ആ ഒരു ചോദ്യം ദൈവമായ കർത്താവ് ഒരു പ്രാർത്ഥനയായിട്ടെടുത്തു. അപ്പം തന്നെ അതിനൊരു മറുപടി കൊടുത്തു. ആ മറുപടിയാണ് അടങ്ങുക, ശാന്തമാവുക എന്ന് കാറ്റിനോടും കടലിനോടും സ്ലീഹന്മാരോടുമൊക്കെയായിട്ട് പറഞ്ഞത്. അപ്പോൾ തന്നെ അതിൻ്റെ ഫലം ഉണ്ടാവുകയും ചെയ്തു. സമാനമായ ഈ 0 hourൽ ജീവിതം കൈവിട്ടു പോയ അവസരങ്ങളിൽ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് രക്ഷപ്പെട്ട നിരവധി മനുഷ്യരുടെ കഥകൾ ബൈബിളിൽ പറയുന്നുണ്ട്. ഞാനതിൽ വീണ്ടും ചിലത് നിങ്ങളെ ഓർമ്മപ്പെടുത്താം. പഴയ നിയമത്തിൽ സൂസന്ന എന്ന പേരിലൊരു കഥാപാത്രമുണ്ട്. ഭാര്യയായിട്ട് ജപിക്കുന്ന ഒരു സ്ത്രീയാണ്. അങ്ങേയറ്റം ദൈവഭക്തിയും അതിലേറെ സുന്ദരിയുമായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. ആ വർഷം അവിടുത്തെ 2 നേതാക്കന്മാരെ ന്യായാധിപന്മാരായിട്ട് നിയമിച്ചു. ഇവരിടയ്ക്കിടയ്ക്ക് ഈ രാജകൊട്ടാരത്തിൽ വരും. അവർ ഈ സൂസന്നയെ കണ്ടു. അവർക്ക് സൂസന്നയോട് ഇഷ്ടമായി. അവളുടെ കൂടെ കഴിയാൻ അവർ ആഗ്രഹിച്ചു. അങ്ങനെ ഒരിക്കൽ സൂസന്ന വീടിനോട് ചേർന്നുള്ള തോട്ടത്തിൽ തനിച്ചായപ്പോൾ ഇവർ ചെന്ന് അവരുടെ ആഗ്രഹം അറിയിച്ചു: ഞങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കഴിയണം. സൂസന്ന പറഞ്ഞു പറ്റില്ല. അപ്പോൾ അവർ നിർബന്ധിച്ചപ്പോൾ സൂസന്ന ഇതുപോലെ ഒരു 0 hourലായി. സൂസന്ന പറഞ്ഞ 2 വചനങ്ങളുണ്ട്: എല്ലാ വിധത്തിലും ഞാൻ പെട്ടുപോയി. നമ്മളെപ്പോഴും അത്തരം വാക്കുകൾ പറയുക? എല്ലാം കൈവിടുന്ന അവസരത്തിൽ എല്ലാ വിധത്തിലും ഞാൻ പെട്ടുപോയി. നിങ്ങൾക്ക് വഴങ്ങിയാൽ അതെൻ്റെ മരണമാണ്. നിങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തുമില്ല. ഇതാണ് ജീവിതം കൈവിട്ടു പോണ ശൂന്യതയുടെ നിമിഷം. ഈ അവസ്ഥയിൽ സൂസന്ന എത്തിപ്പെട്ടു. എന്നിട്ട് അന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിറ്റേ ദിവസം രാജകൊട്ടാരത്തിലെ ഈ ന്യായാധിപന്മാർ വന്ന് സൂസന്ന തോട്ടത്തിൽ വെച്ച് വ്യഭിചരിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ വ്യഭിചരിക്കുന്നവരെ കല്ലെറിഞ്ഞ് കൊല്ലണം. ഈ പഴയ നിയമത്തിൽ ലേവ്യരുടെ പുസ്തകം
അധ്യായം 1, 3, 4 എന്നിടത്തൊക്കെ പറഞ്ഞിരിക്കുന്ന ചില സംഭവങ്ങളുണ്ട്. മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായി പാപം ചെയ്ത മനുഷ്യനെ ശിക്ഷിക്കുന്നതിന് പകരം നിരപരാധികളായ ആടുമാടുകളെ കൊണ്ടുവന്ന് അതിനെ വിസ്തരിക്കാതെ പുരോഹിതന്മാർ ആടിൻ്റെ തലയിൽ കൈവെക്കും. എന്ന് വെച്ചാൽ മനുഷ്യൻ ചെയ്ത പാപങ്ങളെല്ലാം ആടിൻ്റെ തലയിലേക്ക് ആരോപിക്കും. എന്നിട്ട് ഈ ആടിനെ കൊല്ലും. ഇതുപോലെ ഈ 2 ന്യായാധിപന്മാർ സൂസന്നയെ വിസ്തരിക്കാതെ സാക്ഷികളുണ്ടോയെന്ന് നോക്കാതെ സൂസന്നയുടെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, നീ മരണശിക്ഷയ്ക്ക് അർഹയാണ്. അങ്ങനെ വിസ്തരിക്കാതെ സൂസന്നയെ കൊല്ലാനായിട്ട് കൊണ്ടുപോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ദാനിയേൽ എന്ന ബാലൻ്റെ ആത്മാവിനെ തൊട്ടുണർത്തി. ദാനിയേൽ ചോദിച്ചു, ഇസ്രായേലിൻ്റെ നിയമമനുസരിച്ച് വിസ്തരിക്കാതെ ഒരാളെ കൊല്ലാൻ വകുപ്പുണ്ടോ? നിങ്ങളെപ്പോൾ ആ സൂസന്നയെ വിസ്തരിച്ചില്ലല്ലോ. വിസ്തരിക്കാതെ കൊല്ലാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവായി പറയിപ്പിക്കുന്നത്. അങ്ങനെ തിരിച്ചുപോയി സൂസന്നയെയും വിസ്തരിക്കായി. ദാനിയേലാണ് വിസ്തരിക്കുന്നത്. ദാനിയേൽ ഈ 2 ന്യായാധിപന്മാരെ വിളിച്ച് സെപ്പറേറ്റായിട്ട് മാറ്റി നിർത്തി ഓരോരുത്തരെ വിളിച്ച് ചോദിച്ചു, അവൾ വ്യഭിചാരം ചെയ്യുന്ന കണ്ടു. എവിടെ വെച്ചാണ് ചെയ്തത്? ഒരു മരത്തിൻ്റെ ചൂട്ടിൽ. ഏത് മരത്തിൻ്റെ ചൂട്ടിലാണ്? 2 പേരും 2 വ്യത്യസ്തമായ മരത്തിൻ്റെ പേരാ പറഞ്ഞ്. അവിടെ കള്ളി പൊളിഞ്ഞു. സൂസന്നെ അവിടെ രക്ഷപ്പെട്ടു. ആ 2 പേരെ ജനം കല്ലെറിഞ്ഞു കൊന്നു. ഈ സൂസന്ന ദൈവത്തോട് പറഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, ഇവരെൻ്റെ മേൽ പറയുന്നത് കള്ളസാക്ഷ്യമാണെന്ന് അവിടെ നിന്ന് അറിയുന്നുണ്ടല്ലോ. എൻ്റെ മേൽ ഇവർ ആരോപിച്ചിരിക്കുന്ന തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന് അവിടത്തേക്ക് അറിയാമല്ലോ. അതാണ് സൂസന്നയുടെ 0 hour prayer. എല്ലാം കൈവിട്ടു പോയ നിമിഷത്തിൽ ഈ 2 വാചകത്തിലൊരു പ്രാർത്ഥന സൂസന്ന ദൈവസന്നിധിയിലേക്ക് ഉയർത്തി. ആ പ്രാർത്ഥനയ്ക്ക് അപ്പം തന്നെ ഒരു മറുപടി വരികയാണ് ദാനിയേൽ എന്ന ബാലനിലൂടെ. അങ്ങനെ ആ സൂസന്ന ആ പ്രതിസന്ധിയിൽ രക്ഷപ്പെടുകയാണ്. പഴയ നിയമത്തിൽ ഒരു എലീശ പ്രവാചകൻ്റെ കൂട്ടത്തിലുള്ള പ്രവാചക ഗണത്തിൽപ്പെട്ട ഒരു പ്രവാചകത്തിൻ്റെ കുടുംബത്തിന് വന്ന ഒരു ഗതികേടിനെ പറ്റി പറയുന്നുണ്ട്. ഈ പ്രവാചക ഗണത്തിൽപ്പെട്ട ഈ മനുഷ്യൻ ആരോടൊക്കെയോ കുറച്ച് പണം കടം വാങ്ങിയിരുന്നു. തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് പെട്ടെന്ന് ഈ മനുഷ്യൻ മരിച്ചു. ഈ പ്രവാചകൻ മരിച്ചു കഴിഞ്ഞപ്പോൾ കടം കൊടുത്തവർ ഈ മരിച്ച പ്രവാചകൻ്റെ ഭാര്യയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇപ്പം പണം തിരിച്ചു തരണം, ഇല്ലെങ്കിൽ നിൻ്റെ 2 മക്കളെ ഞങ്ങൾ പിടിച്ച് അടിമകളാക്കി കൊണ്ടുപോകും. ഈ പാപസ്ത്രീ ഭർത്താവ് മരിച്ചതിൻ്റെ വിഷമം അങ്ങനെ, കടം വീട്ടാനില്ല, ജീവിക്കാൻ വഴിയില്ല. അതിനിടയ്ക്കാണ് 2 മക്കളെ അടിമകളാകാൻ പോകുന്നത്. ഈ പാപസ്ത്രീ എലീശ പ്രവാചകനടുത്ത് സങ്കടം പറഞ്ഞു ചെന്നു. ഒരു 0 hour prayer അവരുടെ നിസ്സഹായത പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ പ്രവാചകൻ ചോദിച്ചു, നിൻ്റെ വീട്ടിൽ എന്തുണ്ട്? അവർ പറഞ്ഞു, ആകപ്പാടെ ഒരു കലത്തിൽ കുറച്ച് എണ്ണയുണ്ട്, വേറൊന്നുമില്ല. പ്രവാചകൻ പറഞ്ഞു, നീ വേഗം വീട്ടിൽ ചെല്ല്, നിന്റെ വീട്ടിലുള്ള എല്ലാ ഒഴിഞ്ഞ പാത്രങ്ങളും എടുത്ത് വെക്ക്. അയൽവക്കത്തെ വീടുകളിലെല്ലാം പോയി കിട്ടാവുന്നിടത്തോളം കാലി പാത്രങ്ങൾ സംഭരിക്കുക. എന്നിട്ട് വീട്ടിൽ കയറി വാതിലടച്ചിട്ട് ഈ ഭരണിയിലുള്ള എണ്ണ ഈ ശൂന്യമായ പാത്രങ്ങളിലേക്ക് കോരി ഒഴിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ നിന്ന് എണ്ണയെടുക്കും തോറും ആ കലം പിന്നെയും എണ്ണ കൊണ്ട് നിറയും. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ പാത്രങ്ങളും എണ്ണ കൊണ്ട് നിറച്ചു കഴിഞ്ഞപ്പോൾ ഈ കലത്തിൽ എണ്ണ പെരുകുന്നത് അവസാനിച്ചു. ഈ സ്ത്രീ എന്ന് പ്രവാചകൻ്റെ അടുത്ത് വിവരം പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, നീ കലത്തിൽ കോരി നിറച്ച എണ്ണയെല്ലാം വിൽക്കുക, കിട്ടുന്ന പണം ഉപയോഗിച്ച് കടക്കാരുടെ കടം വീട്ടുക, ബാക്കിയുള്ള പണം കൊണ്ട് നീ ജീവിക്കുക. നോക്കിക്കേ, ഒരു 0 hour കൈവിട്ടെന്ന് തോന്നിയ ഒരു നിമിഷത്തിൽ ഒരു ദൈവം ഇടപെട്ട് രക്ഷിച്ച ഒരു ഉദാഹരണം. മറ്റൊരു സംഭവം ഞാൻ പറയാം. ഇതേ എലീശ പ്രവാചകൻ്റെ പ്രവാചകണത്തിൽ കുറേ പേരുണ്ടായിരുന്നു. അവർക്ക് പരിമിതമായ ജീവിത സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവർക്ക് ഒരിക്കൽ പ്രവാചകനോട് പറഞ്ഞു, നമുക്ക് ജീവിക്കാൻ സൗകര്യം വളരെ കുറവാണ്, അതുകൊണ്ട് യോർദ്ദാൻ നദിയുടെ അടുത്ത് പോയിട്ട് മരം വെട്ടി നമുക്ക് കുറച്ച് വീടുകൾ പണിയാം, അല്പം കൂടി സൗകര്യത്തിൽ ജീവിക്കാമല്ലോ. പ്രവാചകൻ സമ്മതിച്ചു. അങ്ങനെ അവർ മരം വെട്ടാൻ പോയി, വീടുണ്ടാക്കാൻ പോയി. അവർ എലീശ പ്രവാചകനെ വിളിച്ചു. അദ്ദേഹവും പോയി.
അങ്ങനെ മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ മരം വെട്ടിക്കൊണ്ടിരുന്ന ഒരാളുടെ കോടാലിയുടെ പിടിയിൽ നിന്ന് കോടാലി തെറിച്ച് നദിയിലേക്ക് വീണു. ആ മനുഷ്യന് കരയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, അയ്യോ, ഇത് ഞാൻ മറ്റൊരാളോട് കടം വാങ്ങിക്കൊണ്ട് വന്ന കോടാലിയാ, ഞാൻ എങ്ങനെ തിരിച്ചു കൊടുക്കും? ആ മനുഷ്യൻ്റെ നിസ്സഹായത ഓർത്ത് നോക്കിക്കേ. ഒരു കോടാലി കടം വാങ്ങി മരം വെട്ടേണ്ട ഒരു ഗതികേട്. തിരിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് ഒരു വഴിയുമില്ല. പ്രവാചകൻ ചോദിച്ചു, എവിടെയാണ് കോടാലി വീണത്? കാണിച്ചു കൊടുത്തു. ഉടനെ എലീശ പ്രവാചകൻ ഒരു മരത്തിൻ്റെ കമ്പ് വെട്ടി ആ നദിയിലേക്ക് എറിഞ്ഞു. ഉടനെ ആ തെറിച്ചു വീണ കോടാലി വെള്ളത്തിന് മുകളിലേക്ക് പൊന്തി പോന്നു. പ്രവാചകൻ പറഞ്ഞു, നീ കൈ നീട്ടി ആ കോടാലി എടുക്ക്. കൈ നീട്ടി ആ കോടാലി എടുത്തു. ഒരു 0 അവറിൽ കൈവിട്ട ഒരു നിമിഷത്തിൽ ഇടപെട്ട് രക്ഷിക്കുന്ന ഒരു ദൈവം. പഴയ ദൈവത്തിലെ ഹെസക്യ എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു. നീതിമാനായിരുന്നു, നല്ലവനായിരുന്നു. ഒരിക്കൽ ദൈവം പറഞ്ഞു, അവനൊരു സന്ദേശം കൊടുക്ക്. നീ രോഗിയാണ്, നിന്റെ രോഗം മാറില്ല, നിന്റെ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തിക്കോ, നീ ഉടനെ മരിക്കും. ഹെസക്കിയായ്ക്ക് വെള്ളിടി കിട്ടിയ പോലെ ആയിപ്പോയി. അദ്ദേഹം ദൈവത്തോടൊരു ഒറ്റ കാര്യം പറഞ്ഞു, ഒറ്റ വാചക പ്രാർത്ഥന. ദൈവമേ, ഞാൻ എത്ര സത്യസന്ധമായും വിശ്വസ്തമായും നിനക്ക് ശുശ്രൂഷ ചെയ്തുവെന്ന് നീ ഓർക്കണമേ. എന്നിട്ട് അദ്ദേഹം ഭിത്തിയിലേക്ക് മുഖം തിരിഞ്ഞ് ഇരുന്ന് കരയാൻ തുടങ്ങി. ആ ഒറ്റവാചക പ്രാർത്ഥന ദൈവത്തിൻ്റെ കാതുകളിലെത്തി. ദൈവം ഉടൻ തന്നെ മറുപടി നൽകി, നിന്റെ ആയുസ് ഞാൻ 15 കൊല്ലം നീട്ടിത്തന്നിരിക്കുന്നു. നോക്കിക്കേ, ജീവിതം വൈവിട്ടു പോയ ഒരു നിമിഷത്തിൽ മരിക്കാൻ പോകുന്നതെന്ന് അപ്രതീക്ഷിതമായിട്ട് മരിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ നടത്തിയ ഒറ്റവാചക പ്രാർത്ഥനയ്ക്ക് ദൈവം കൊടുത്ത മറുപടി, ഒരു 0 അവർ നിലവിളിക്ക് ദൈവം കൊടുത്ത മറുപടി. യോനാ പ്രവാചകൻ്റെ കഥ നമുക്കൊക്കെ അറിയാം. നിനിവേ പട്ടണത്തിൽ പോയി അവിടുത്തെ ജനത്തോട് അനുദപിക്കാൻ പറയാൻ ദൈവം ആവശ്യപ്പെട്ടു. താല്പര്യമില്ലായിരുന്ന യോനാ ദൈവത്തിൽ നിന്ന് ഒളിച്ചോടി താർശീസിലേക്ക് അവൻ കപ്പലിൽ കയറി. ആ കപ്പൽ കൊടുങ്കാറ്റിൽപ്പെട്ടു. അന്നത്തെ ആളുകളുടെ സങ്കല്പമനുസരിച്ച് കപ്പൽ കൊടുങ്കാറ്റിൽപ്പെടുക അതിൻ്റെ അകത്ത് പാപിയായ മനുഷ്യരുണ്ടെങ്കിലാണ്. അപ്പം ഈ പാപി ആരാന്നറിയാൻ വേണ്ടി അവർ കുറിയിട്ട് യോനായ്ക്ക് വീണു. അവരദ്ദേഹത്തെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. കപ്പൽ മുന്നോട്ട് പോയി. ഒരു വലിയ മത്സ്യം വന്ന് യോനായെ വിഴുങ്ങി. സാധിക്കുമെങ്കിൽ ഈ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കിടക്കുന്ന യോനായുടെ മനോവികാരങ്ങളൊന്ന് വായിച്ചെടുക്കാൻ ശ്രമിക്കുക. രക്ഷപ്പെടാൻ യാതൊരു വഴിയില്ല. ആരും വന്ന് രക്ഷപ്പെടുത്തത്തില്ല. ഇങ്ങനെ മത്സ്യത്തിൻ്റെ ഉള്ളിൽ പെട്ടു എന്ന് ആർക്കും അറിയത്തില്ല. ആകപ്പാടെ ഇത് കണ്ടവരാ കപ്പലിലുള്ളവർ, അവർ തന്നെയാ വലിച്ചെറിഞ്ഞ്, അവർ രക്ഷപ്പെടാൻ വരത്തില്ല. എന്ന് വെച്ചാൽ മരിക്കാൻ റെഡിയായിക്കോ. പക്ഷെ മരിക്കാനും പേടി, കാരണം ദൈവത്തെ ധിക്കരിച്ചവനാ. മരിച്ചങ്ങോട്ട് ചെന്നാൽ ദൈവം ചോദിക്കുക, അല്ല യോനാസെ, ഞാൻ പറഞ്ഞിട്ട് എന്താ കാക്കാൻ നീ എന്നെ പണിയാ കാണിച്ചേ? ദൈവം ശിക്ഷിക്കും. ജീവിക്കുമെന്ന് പ്രതീക്ഷയില്ല, മരിക്കാൻ ഭയപ്പെടുന്നു. 0 അവർ കൈവിട്ടുപോയ നിമിഷം. പ്രിയപ്പെട്ടവരെ, ഈ ശൂന്യതയുടെ മണിക്കൂറിൽ, ഈ കൈവിട്ടുപോയ നിമിഷത്തിൽ ആ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കിടന്ന് യോന ദൈവത്തെ വിളിക്കുക. ഏത് ദൈവത്തിൽ നിന്നാണ് ഒളിച്ചോടിപ്പോയത് അതേ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക, ദൈവമേ എന്നെ രക്ഷിക്കണമേ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോയ മനുഷ്യനായിട്ടും കടലിൻ്റെ അടിയിൽ കൂടി പാഞ്ഞു നടക്കുന്ന മത്സ്യത്തിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് വിളിച്ചിട്ടും ആ നിലവിളി ദൈവം കേട്ടു. ദൈവം മത്സ്യത്തോട് പറഞ്ഞു, അവനെ കൊണ്ട് നിനിവേ പട്ടണത്തിൻ്റെ കവാടത്തിൽ ഛർദ്ദിക്ക്. മത്സ്യം കൊണ്ട് ഛർദ്ദിച്ചു. യോനായ്ക്ക് ജീവിതം തിരിച്ചു കിട്ടി. ഒരു പാപിയായ മനുഷ്യനായിരുന്നിട്ട് പോലും ഒരു 0 അവർ പ്രയറിന് ദൈവം കൊടുത്ത മറുപടി. യോന അങ്ങനെ തിരിച്ച് നിനിവേയിൽ പോയി പ്രസംഗിച്ചു. ഇന്നേക്ക് 40-ാം പക്കം ദൈവം നിങ്ങളെ നശിപ്പിക്കും, ഇല്ലെങ്കിൽ അനുദപിക്കും. അത് കേട്ട രാജാവും പ്രജകളും അനുദപിച്ചു. ചാക്കൊടുത്തു, ചാരത്തിലിരുന്നു, പ്രാർത്ഥിച്ചു. ഒരു 0 അവർ പ്രയർ. ഒരു രാജ്യം ഒന്നിച്ച് കൈവിട്ട ജീവിതം കൈവിട്ട നിമിഷത്തെ ദൈവത്തെ വിളിക്കുക. കാരണം ദൈവം നശിപ്പിക്കുക രാജ്യത്തെ ഒന്നടങ്കം. അതുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി രാജ്യം ഒന്നടങ്കം പ്രാർത്ഥിച്ചു. ദൈവം ആ പ്രാർത്ഥന കേൾക്കുകയും അവരെ രക്ഷിക്കുകയും ചെയ്തു. ഇത് നമ്മൾ അറിയാവുന്ന ഒരു കാര്യമാണ്. പഴയ നിയമത്തിലെ ജോസഫ് എല്ലാവിധത്തിലും നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യനാണ്.
സ്വന്തം സഹോദരന്മാർ തന്നെ ചതിച്ചു ഒറ്റിക്കൊടുത്തു, കച്ചവടക്കാർക്ക് വിറ്റു, അടിമയാക്കി വിറ്റു. പൊത്തിഫറിൻ്റെ വീട്ടിൽ ചെന്നിട്ടും പൊത്തിഫറിൻ്റെ ഭാര്യ കള്ളത്തരം പറഞ്ഞ് ജയിലിലടച്ചു. ഈ ജോസഫിനെ ദൈവം താങ്ങി. ഈ ജോസഫിൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു. ഈ ജോസഫ് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് ദൈവം കേട്ടു. പഴയ നിയമത്തിൽ വീണ്ടും അഗ്നിയിൽ എറിയപ്പെട്ട 3 യുവാക്കളുടെ കാര്യം പറയുന്നുണ്ട്. നബൂഖദ്നേസർ രാജാവ് വിഗ്രഹാരാധന നടത്താൻ തയ്യാറാകാതിരുന്ന ഈ 3 യുവാക്കളെ അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയാണ്. ബൈബിളിൽ പറയുന്നു, അഗ്നികുണ്ഡത്തിലേക്ക് ഇവരെ എറിയാൻ ചെന്നവരെ പോലും തീ കിടന്നാക്രമിച്ചു കൊന്നു. അങ്ങനെ 3 പേരെ തീയിലേക്ക് വലിച്ചെറിഞ്ഞു. അവർ കിടന്ന് പൊള്ളി മരിക്കുന്നത് കാണാൻ രാജാവും ആൾക്കാരും കാത്തിരിക്കുക. അല്പം കഴിഞ്ഞ് നോക്കുമ്പോൾ രാജാവ് കാണുന്നത് ആ തീക്കുണ്ടത്തിൻ്റെ അകത്ത് 4 പേരെയാണ്. 3 പേരെയേ വലിച്ചെറിഞ്ഞുള്ളൂ. പക്ഷെ നോക്കുമ്പോൾ 4 പേര്. അവർക്ക് പൊള്ളലേൽക്കുന്നില്ല, അവർ കരയുന്നില്ല. അവർ ആ തീക്കുണ്ടത്തിൻ്റെ നടുക്ക് കിടന്ന് പാട്ടുപാടി സ്തുതിച്ചുകൊണ്ടിരിക്കുക. രാജാവ് അത്ഭുതപ്പെട്ടു. ആരായിരുന്നു 4മത്തവൻ? ദൈവം അയച്ച മാലാഖ. ദൈവം മാലാഖയെ അഗ്നികുണ്ഡത്തിലേക്ക് അയച്ചു. ആ അഗ്നികുണ്ഡത്തിൻ്റെ നടുക്ക് ദൈവദൂതൻ ഒരു ശീതള ചായമുണ്ടാക്കി. അതിൻ്റെ നടുക്ക് നിന്നുകൊണ്ട് ആ 3 യുവാക്കൾ മാലാഖയോടൊപ്പം നൃത്തം ചവിട്ടി ദൈവത്തെ സ്തുതിച്ചു. അപ്പോൾ രാജാവ് അവരെ അവിടെ നിന്ന് പുറത്തിറക്കി രക്ഷപ്പെടുത്തി. നോക്കിക്കേ, ഒരു 0 അവറിൽ ദൈവം രക്ഷപ്പെടുത്തുന്ന വഴി. ദാനിയേൽ പ്രവാചകൻ നമുക്കറിയാം, അദ്ദേഹത്തെ സിംഹക്കുഴിയിൽ എറിഞ്ഞു. എന്തിനു വേണ്ടി? വിഗ്രഹാരാധന ചെയ്യത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ സിംഹക്കുഴിയിൽ എറിഞ്ഞു. പിറ്റേന്ന് രാവിലെ രാജാവ് ചെല്ലുക അദ്ദേഹത്തിൻ്റെ അസ്ഥികൾ കാണാൻ വേണ്ടി. അസ്ഥികൾ കാണാൻ ചെന്ന രാജാവ് കാണുന്നത് എന്താ? സിംഹങ്ങൾ പതുമിക്കിടക്കുന്നു, ദാനിയേൽ സ്വസ്ഥനായിട്ട് അവിടെ ഇരിക്കുന്നു. അദ്ദേഹത്തെ വിളിച്ച് കരയ്ക്ക് കയറ്റി. ഒരു മനുഷ്യൻ്റെ നിസ്സഹായതയിൽ അവൻ്റെ പ്രാർത്ഥന കേട്ട് അവനെ രക്ഷിക്കുന്ന ഒരു ദൈവം. ഒരു അമ്മയുടെയും 7 മക്കളുടെയും കഥ നമുക്കറിയാം. മക്കബായ സഹോദരങ്ങൾ. അവിടെയും നിഷിദ്ധമായ പന്നിമാംസം കഴിക്കാത്തതിൻ്റെ പേരിൽ, വിഗ്രഹാരാധന നടത്താത്തതിൻ്റെ പേരിൽ രാജാവ് അമ്മയെയും മക്കളെയും വിളിച്ചു വരുത്തി. രാജസദസ്സ് കൂടി വലിയ ഒരു തീകുണ്ഡമുണ്ടാക്കി അതിൻ്റെ മുകളിൽ ഒരു ഇരുമ്പ് തകിട് വെച്ച് പഴുപ്പിച്ച് നിർത്തി. മൂത്തയാളെ വിളിച്ചിട്ട് പറഞ്ഞു, ദൈവത്തെ തള്ളിപ്പറ. അവൻ പറഞ്ഞില്ല. അവൻ്റെ തലയെന്ന തൊലി ഉരിഞ്ഞു. ദൈവത്തെ തള്ളിപ്പറ ഇല്ല. നാവ് മുറിച്ചു. ദൈവത്തെ തള്ളിപ്പറ ഇല്ല. കൈയും കാലും വെട്ടി. ദൈവത്തെ തള്ളിപ്പറ ഇല്ല. ശരീരത്തിന് തൊലി ഉരിഞ്ഞു. ദൈവത്തെ തള്ളിപ്പറ ഇല്ല. അപ്പോൾ വറചട്ടിയിലേക്ക് എടുത്തു വെച്ചു. മരിച്ചു. ശരീരം എടുത്ത് മാറ്റി. രണ്ടാമത്തേനെ വിളിച്ചു. ചേട്ടനെ പറ്റിയത് കണ്ടോ? കണ്ടു. ഇത് തന്നെ നിന്നോടും ചെയ്യുമില്ലെങ്കിൽ ദൈവത്തെ തള്ളിപ്പറ. അവൻ പറഞ്ഞു, തള്ളിപ്പറയത്തില്ല. ഇതുപോലെ തന്നെ അവനെ ചെയ്തു. അങ്ങനെ അവർ 7 പേരെയും കൊന്നു. അവസാനം അമ്മയെയും കൊന്നു. അവിടെ ഈ അമ്മയും 7 മക്കളും പ്രാർത്ഥിച്ചത് ഈ ദുഷ്ടനായ രാജാവിൽ നിന്ന് രക്ഷപ്പെടാനല്ല. ദൈവമേ, ഈ ദുഷ്ടനായ രാജാവ് തരുന്ന പീഡനങ്ങളെ അതിജീവിക്കാനുള്ള ആത്മീയമായ മാനസികമായ കരുത്ത്, ശക്തി, ബലം തരണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. ദൈവം അവരെ ബലപ്പെടുത്തി. വളരെ ശാന്തരായിട്ട് ആ പീഡനത്തെ അവർ അതിജീവിച്ചു. അവർ മരിച്ചു, പക്ഷേ അവർ സ്വർഗത്തിലെത്തി. എസ്തപ്പാനോസ്, പുതിയ നിയമത്തിൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ട മനുഷ്യൻ. കല്ലെറിയപ്പെടുമ്പോൾ അദ്ദേഹം സ്വർഗത്തിലേക്ക് നോക്കി. അദ്ദേഹത്തിൻ്റെ മുഖം സൂര്യനെ പോലെ പ്രശോഭിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. വേദനയില്ല, പരാതിയില്ല, സങ്കടമില്ല. കാര്യം കൊന്നുകളഞ്ഞു. പക്ഷേ കല്ലെറിയപ്പെടുമ്പോഴും മരിക്കുമ്പോഴും അദ്ദേഹം ഹൃദയത്തിൽ ദൈവത്തെ സ്തുതിച്ചു. വേദന അറിഞ്ഞില്ല. ദൈവത്തിൻ്റെ ശോഭ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വന്ന് നിറഞ്ഞു. 0 അവറിൽ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ മറ്റൊരു മുഖം. കാനായിലെ കല്യാണ വിരുന്ന് നമുക്കറിയാം. വീഞ്ഞ് തീർന്ന അവസ്ഥ. നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ ചോറ് തീർന്നോ കറി തീർന്ന ഒരവസ്ഥയ്ക്ക് തുല്യം. മാതാവാണ് ചെന്ന് യേശുവിനോട് പറഞ്ഞത്, അവർക്ക് വീഞ്ഞില്ല. അതൊരു നിസ്സഹായതയിലുള്ള നിലവിളിയാണ്. മാതാവ് യേശുവിൻ്റെ അടുത്തൊരു നിസ്സഹായതയിൽ നടത്തുന്ന നിലവിളി, അവർക്ക് വീഞ്ഞില്ല. യേശു ആദ്യം ഒഴിവുകഴൊക്കെ പറഞ്ഞെങ്കിലും അവസാനം പറഞ്ഞു, വെള്ളം നിറയ്ക്ക്, കോരിക്കൊടുക്ക്, വീഞ്ഞാക്കി. നിസ്സഹായതയിൽ ഇടപെടുന്ന ദൈവം. യേശുവിൻ്റെ വസ്ത്രത്തിൽ
യേശു പോലും അറിയാതെ തൊടാൻ പോയ ഒരു പാവപ്പെട്ട രോഗിണിയുടെ കഥ നമുക്കറിയാം. അനേക വൈദ്യന്മാർ ചികിത്സിച്ച് രോഗം കൂടിയതല്ലാതെ കുറഞ്ഞില്ല എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം ജീവിതം അത്രയും അറം പറ്റി, മടുത്തു, സഹികെട്ടു, 0 അവർ കൈവിട്ടുപോയി. അവസാനത്തെ ഒരു ആശ്രയം എന്ന നിലയ്ക്കാണ് യേശുവിനെ തൊടാൻ ചെന്നത്. അപ്പം അടുത്തേക്ക് അടുക്കാൻ കഴിയുന്നില്ല. എങ്ങനെയൊക്കെയോ ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റിപ്പോയി വഴിയുണ്ടാക്കി എത്തിവലിഞ്ഞ് വസ്ത്രത്തിൻ്റെ വക്കത്ത് തൊട്ടു. എന്തിനാ വസ്ത്രത്തിൻ്റെ വക്കത്ത് തൊട്ടത്? 2 കാരണങ്ങളുണ്ട്. ഒന്ന്, കൈ നീട്ടിയിട്ടും വക്കത്ത് വരെ കൈ എത്തിയുള്ളൂ. 2, വസ്ത്രത്തിൻ്റെ വക്കത്തെങ്കിലും തൊട്ടാൽ രക്ഷപ്പെട്ടു എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തിന് മറുപടി കിട്ടി. അപ്പോൾ തന്നെ യേശുവിൽ നിന്ന് സൗഖ്യദായകമായ ശക്തി പുറപ്പെട്ടു. ആ മകള് സുഖം പ്രാപിക്കുകയും ചെയ്തു. വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് താഴേക്കിറക്കിയ ഒരു തളർവാതിരുടെ കഥ വായിക്കുന്നുണ്ട്. വലിയ പ്രതീക്ഷയോടെയാണ് യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. ആൾക്കൂട്ടം കാരണം അങ്ങോട്ട് അടുക്കാൻ കഴിയുന്നില്ല. വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് താഴേക്കിറക്കി. ആ താഴേക്കിറക്കൽ ഒരു നിസ്സഹായതയിലുള്ള നിലവിളിയാണ്. ജീവിതം കൈവിട്ടുപോയ ഒരു മനുഷ്യന് വേണ്ടിയുള്ള നാട്ടുകാർ നടത്തുന്ന നിലവിളിയാണ്. ആ നിലവിളിക്ക് ദൈവം ഉത്തരം കൊടുത്തു. അദ്ദേഹത്തെ കർത്താവ് സുഖപ്പെടുത്തി വിട്ടു. നല്ല കള്ളൻ്റെ കഥ നമുക്കറിയാം. അദ്ദേഹം ആ മരിക്കാൻ നേരത്ത് ഒരൊറ്റ വാചക പ്രാർത്ഥന നടത്തി. ദൈവമേ, നിൻ്റെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. അപ്പോൾ തന്നെ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി. നീ ഇന്ന് എന്നോടുകൂടി പരദീസയിലായിരിക്കും. ഒരു 0 അവർ നിലവിളിക്ക് ദൈവം കൊടുത്ത മറുപടി. എൽക്കാന, അന്ന എന്നിങ്ങനെ ഒരു കുടുംബം ഉണ്ടായിരുന്നു. ദമ്പതിമാരുണ്ടായിരുന്നു. മക്കളില്ലായിരുന്നു. അവർ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം കൊടുത്ത ഒരു മറുപടിയുണ്ട്. ആ കുഞ്ഞാണ് സാമുവേൽ പ്രവാചകൻ. മഗ്ദലേന മറിയം, യേശുവിൻ്റെ പാദം കഴുകി ചുംബിച്ച ആ സ്ത്രീ. നമ്മൾ ഓർക്കണം, യേശു മറ്റാരുടെയോ വീട്ടിൽ വിരുന്ന് വന്നിരിക്കുക. ധാരാളം ആളുകൾ കൂടിയിട്ടുണ്ട്. അതിനിടയ്ക്ക് വ്യഭിചാരിയായ ഒരു സ്ത്രീ വന്ന് പരസ്യമായിട്ട് യേശുവിൻ്റെ കാല് കഴുകി തുടച്ച് സുഗന്ധം പൂശണമെങ്കിൽ ജീവിതം എത്ര അറം പറ്റിയിട്ടാണ്, എത്ര ഗതികെട്ടിട്ടാണ്, മനസ്സിൻ്റെ വിഷമം അത്ര കണ്ട് സഹിക്കാൻ മേലായിട്ടാണ്. അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഒരു പൊതുവേദിയിൽ ചെന്ന് ഇങ്ങനെ ഒരു പണി കാണിക്കത്തില്ല. അതും വേശ്യയായ ഒരാൾ അവർ ചെന്നിട്ടത് കാണിക്കുക. ആ 0 അവർ പ്രയറാണത്. നിസ്സഹായതയിൽ അവസാനത്തെ രക്ഷപ്പെടാനുള്ള മാർഗമെന്ന നിലയ്ക്ക് യേശുവിൻ്റെ അടുത്ത് ചെന്ന് ഇത് ചെയ്യുകയാണ്. അവിടെയും അവൾക്ക് സൗഖ്യം കിട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 10 കുഷ്ഠരോഗികളെ എടുത്ത് നോക്കുക. യേശു കടന്നു പോകുന്ന അറിഞ്ഞ് അവർക്ക് അടുത്തേക്ക് വരാൻ പറ്റത്തില്ല. അകലെ നിന്ന് വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ദൈവം യേശുവെ, ഞങ്ങളിൽ കനിയണമേ. ഒരു 0 അവർ പ്രയർ. കർത്താവ് പറഞ്ഞ് പോയി പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുക. പോകുന്ന വഴിക്ക് തന്നെ അവർക്ക് സൗഖ്യം കിട്ടിയെന്ന് നമ്മൾ വായിക്കുന്നു. സക്കേബൂസ് ധനികനാണ്. യേശുവിനെ കാണാൻ ആഗ്രഹിച്ച് മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന അവസ്ഥ ഒന്ന് ഓർത്തു നോക്കിക്കേ. അത്ര ഗതി കെട്ടിയിട്ടാ. ഈ പിടിച്ചു പറിച്ചും കള്ളത്തരം കാണിച്ചുമൊക്കെ കുറേ ഉണ്ടാക്കിയെങ്കിലും മനസ്സമാധാനമില്ല, ടെൻഷനാണ്, ആദിയാണ്. ഒരു പരിഹാരം തേടി നടന്നപ്പോഴാണ് യേശുവിൻ്റെ അടുത്ത് ചെന്നാൽ പരിഹാരമുണ്ടെന്നറിഞ്ഞത്. അങ്ങനെയാണ് അദ്ദേഹം ആ മരത്തെ കയറുന്നത്, യേശു വിളിച്ച് താഴെ ഇറക്കുന്നത്, അദ്ദേഹത്തെ രക്ഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞത് ബൈബിളിൽ നിന്ന് മാത്രമാണ്. കാരണം ബൈബിളിൽ നിന്ന് പറയുന്ന ഉദാഹരണങ്ങൾ കർത്താവായ ദൈവം ഇടപെട്ട് പ്രവർത്തിച്ചതിൻ്റെ നേരിട്ടുള്ള ഉദാഹരണങ്ങളാണ്. അതുകൊണ്ടാണ് അത്തരം ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറഞ്ഞത്. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലുമൊക്കെ ഇത്തരം ഉദാഹരണങ്ങൾ ഇനിയും നമുക്ക് ധാരാളമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കാം, ബൈബിളിൽ ഇത്തരം സംഭവങ്ങളുണ്ട്, പക്ഷേ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഉദാഹരണങ്ങളുണ്ടോ? ഇന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതിൻ്റെ ഉദാഹരണങ്ങളുണ്ടോ? ഇന്ന് മനുഷ്യൻ കടന്നു പോകുന്ന നിസ്സഹായതയുടെ അവസരങ്ങളിൽ, കൈവിട്ടുപോയ അവസരങ്ങളിൽ, ഇന്ന് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന 0 അവറിൽ ദൈവം ഇടപെട്ട് രക്ഷിക്കുന്നതിന് ഉദാഹരണങ്ങളുണ്ടോ? ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. ഒരു വീട്ടിൽ
അപ്പൻ, അമ്മ, ഒരു കൊച്ചുകുട്ടി. കുട്ടിക്ക് 4-5 വയസ്സ് കാണും. പനി, അസുഖവും ചുമയൊക്കെ ആയിരുന്നു. ഒരു പാതിരാ കഴിഞ്ഞ സമയം ഈ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ചുമ ഇളകി. നിർത്താൻ പറ്റാതെ കിടന്ന് ചുമയ്ക്കുക. അവസാനം കുട്ടിക്ക് ശ്വാസം മുട്ടി. അവരുടെ വീട്ടിലേക്ക് വണ്ടി വരാൻ പറ്റത്തില്ല, റോഡില്ല, അവർക്ക് വണ്ടിയില്ല. ഒരു നിസ്സഹായതയിൽ ഈ കൊച്ചിൻ്റെ ശ്വാസം പോലും നിലയ്ക്കുന്നത് കണ്ടിട്ട് ആ അമ്മ അറിയാണ്ട് ഒരൊറ്റ വാചകം പറഞ്ഞു, എൻ്റെ ചാവറയച്ചാ, എൻ്റെ കൊച്ചിൻ്റെ അസുഖം മാറ്റണേ. അറിയാണ്ട് ഒരൊറ്റ അലർച്ച, എൻ്റെ ചാവറയച്ചാ, എൻ്റെ കൊച്ചിൻ്റെ അസുഖം മാറ്റണേ. ചങ്ക് പൊട്ടി ഒരു വിളിയാണ്. ആ അമ്മ എന്നോട് പറയുക, ആ കൊച്ചു പിന്നെ ചുമച്ചില്ല. ആ കൊച്ചു പിന്നെ ചുമച്ചില്ല. ഓൺ ദ സ്പോട്ട്, അതായത് ആ നിമിഷം കൊച്ചിൻ്റെ ചുമ നിന്നു. അമ്മ എന്നോട് പറഞ്ഞതാ, എൻ്റെ ചാവറയാച്ചാ, എൻ്റെ കൊച്ചിൻ്റെ അസുഖം മാറ്റണേ. അതൊരു 0 അവർ പ്രയറാണ്. ജീവിതം കൈവിട്ടു പോകുന്നു എന്ന് തോന്നിയ സമയത്ത് ദൈവസന്നിധിയിൽ ഉയർത്തിയ ഒരു പ്രാർത്ഥനയാണ്. അപ്പം തന്നെ അതിന് ഒരു മറുപടി കിട്ടി. ഒരു കുടുംബനാഥൻ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹമായി. ഏതെല്ലാം സ്വരുക്കൂട്ടി വെച്ചിട്ടും കിട്ടാവുന്നതൊക്കെ കടവും വായ്പയൊക്കെ വാങ്ങിയിട്ടും കല്യാണം നടത്തണമെങ്കിൽ 3 ലക്ഷം രൂപ പിന്നെയും കുറവാണ്. പലരോടും ചോദിച്ചു, ഒരു രക്ഷയില്ല. മടുത്തു. കല്യാണത്തിന് 2-3 ദിവസം മാത്രം ബാക്കി. ഈ മനുഷ്യൻ വീട്ടിൽ പ്രാർത്ഥനാ മുറി കയറി 3 ദിവസം ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് പ്രാർത്ഥിച്ചു. 3 ദിവസം നോൺ സ്റ്റോപ്പ് പ്രയർ, ഫാസ്റ്റിംഗ്, 0 അവർ പ്രയർ, 0 അവർ നിലവിളി. 3-ാം ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും അദ്ദേഹത്തെ പലരും ഫോൺ വിളിച്ചു. പലരും അദ്ദേഹത്തെ കാണാൻ വന്നു. കല്യാണമൊക്കെ അല്ലേ, പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ, എന്നാൽ ഇത് വെച്ചോ. അദ്ദേഹം പറയുകയാണ്, ഞാൻ 3 ലക്ഷം ആഗ്രഹിച്ചിരിക്കുക, അതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടി, ആരോടും ചോദിക്കാതെ. കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ പക്കൽ പണം മിച്ചമുണ്ട്. ആ 3 ദിവസം ആ പ്രാർത്ഥനാ മുറിയിൽ ഭക്ഷണം കഴിക്കാതെ ദൈവത്തെ നോക്കി നിലവിളിച്ചിരുന്ന മനുഷ്യൻ നടത്ത പ്രാർത്ഥന, അതിൻ്റെ പേരാണ് 0 അവർ പ്രയർ, ശൂന്യതയിലുള്ള ദൈവത്തോടുള്ള വിളി. അപ്പം ഇങ്ങനെ ശൂന്യതയിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ജീവിതം കൈവിട്ടു പോകുന്ന അവസരത്തിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇടപെട്ട് രക്ഷിക്കുന്ന ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട്. ഇഷ്ടംപോലെ അനുഭവങ്ങൾ നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ എത്രയോ ഉദാഹരണങ്ങൾ നടക്കുന്നു. ഇന്ന് അതിനൊന്നും വാർത്താ പ്രാധാന്യം പോലും ഇല്ലാത്ത ഒരു സ്ഥിതിയാണ്. കാരണം ഇതൊന്നും വാർത്ത അല്ലെന്ന്. അതിന് മാത്രം ദൈവത്തിൻ്റെ ഇടപെടലുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ നടക്കുന്നത് നമ്മൾ കാണുന്നു. അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ 0 അവറിൽ ദൈവം ഇടപെടുന്നത് എപ്പോഴാണ്? ആ സമയത്തെങ്കിലും ദൈവത്തെ വിളിക്കുന്നവരില്ല, ആ സമയത്തെങ്കിലും. പക്ഷേ ഈ 0 അവർ എത്തിയാൽ പോലും ദൈവത്തെ വിളിക്കാൻ കഴിയാത്തവരുണ്ട്. ദൈവത്തെ വിളിക്കാൻ മാത്രം വിശ്വാസമില്ലാത്തവരുണ്ട്. അവരുടെ ജീവിതം അങ്ങനെ തന്നെ പോകും. ഈ നിസ്സഹായതയിലെങ്കിലും ദൈവത്തെ വിളിക്കുന്നവർക്കാണ് ഈ കൃപ കിട്ടുക. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു ഉദാഹരണം, ഒരുപാട് മനുഷ്യരെ ഈ ധ്യാനത്തിൻ്റെ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്, കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായിട്ട് മക്കളില്ല. അപ്പോൾ അതും പറഞ്ഞോട് ഒത്തിരി പേര് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ വരും. ഞങ്ങളിൽ അതിൽ പലരോടും പറഞ്ഞു, നിങ്ങളൊരു ധ്യാനം കൂടും. ചിലരൊക്കെ ധ്യാനം കൂടിക്കഴിഞ്ഞ് 1 കൊല്ലം അല്ലെ 2 കൊല്ലം കഴിയുമ്പോൾ അവർക്കുണ്ടായ കൊച്ചിനെയും കൊണ്ട് ആ കൊച്ചിനെ കാണിക്കാനും നന്ദി പറഞ്ഞ് മറ്റൊരു ധ്യാനം കൂടാനും വരുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വേറെ ചിലരോട് പറയും, നിങ്ങളൊരു ധ്യാനം കൂടുമെന്ന് പറയുമ്പോൾ ഉടനെ തിരിച്ചൊരു ചോദ്യമാണ്, അതിന് ധ്യാനം കൂടിയാൽ പിള്ളേരുണ്ടാവുമോ? രണ്ടിനും 2 കാര്യമാണ്. തിരിച്ച് ചോദിക്കുക. അവർ ഇന്നും മക്കളില്ലാതെ ജീവിക്കുന്നു, ഇന്നും മക്കളില്ലാതെ ജീവിക്കുന്നു. അപ്പോൾ ഈ 0 അവറിൽ പോലും ജീവിതം കൈവിട്ടു പോയ അവസരത്തിലെങ്കിലും ദൈവത്തെ വിളിക്കാൻ കഴിയാത്തവരും ഉണ്ട് എന്ന് നമ്മൾ ഓർക്കുക. അവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന് കടന്നു വരാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ ഓർക്കുക. അവർ വിളിച്ചിരുന്നെങ്കിൽ ദൈവം കടന്നു വരുമായിരുന്നു, അവരുടെ പ്രതിസന്ധി മാറുമായിരുന്നു, അവർക്ക് ദൈവം ഒരു വഴി തുറന്നു കൊടുക്കുമായിരുന്നു. ചുരുങ്ങിയ പക്ഷം പിടിച്ചു നിൽക്കാനുള്ള, അതിജീവിക്കാനുള്ള കരുത്തെങ്കിലും ദൈവം അവർക്ക് നൽകുമായിരുന്നു. അത് നമ്മൾ ഓർക്കുക. തീർച്ചയായിട്ടും ഈ രാത്രിയിൽ ഈ ഓഡിറ്റോറിയത്തിൽ മാത്രമല്ല, ലോകത്തിൻ്റെ എത്രയോ രാജ്യങ്ങളിൽ ഷാലോം ടെലിവിഷൻ്റെ മുമ്പിൽ
ഇന്ന് ഉറക്കളിച്ചിരിക്കുന്ന ഓരോരുത്തരും ഈ വിശ്വാസമുള്ളവരാണ്. തീർച്ചയായിട്ടും ഈ വിശ്വാസമുള്ളവരാണ്. ഹൃദയത്തിൽ പ്രാർത്ഥന ഉള്ളവരാണ്. അവരുടെ മനസ്സിനെ അവർ ദൈവത്തിലേക്ക് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ രാത്രിയിൽ നമ്മൾ നടത്തുന്ന പ്രാർത്ഥന ദൈവത്തിൻ്റെ കാതുകളിൽ എത്തും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഒന്ന് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദയവായിട്ട് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു. അല്പസമയം കണ്ണുകൾ അടച്ച് നിൽക്കുമോ? ഈ ഹോളിലുള്ളവരും മറ്റേതേലും സ്ഥലത്തിരുന്നു കൊണ്ട് ഈ നൈറ്റ് വിജിൽ പങ്കെടുക്കുന്ന എല്ലാവരും സാധിക്കുമെങ്കിൽ ഒന്ന് കണ്ണടയ്ക്കുക. ജീവിതം കൈവിട്ടുപോയ അവസരങ്ങളിൽ ദൈവത്തെ ആശ്രയിച്ച, ദൈവത്തെ വിളിച്ച, ദൈവത്തോട് പ്രാർത്ഥിച്ച കുറേ പേരുടെ ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു. അവരുടെ എല്ലാം ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി. ദൈവം അവരെ രക്ഷിച്ചു. ആ പ്രതിസന്ധിയിൽ നിന്ന് അവരെ കരകയറ്റി. അത് നമ്മൾ ഓർക്കുക. അതുപോലെ തന്നെ ഇന്ന് ഈ നൈറ്റ് വിജിലിൽ പങ്കെടുത്തുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ടെലിവിഷൻ മുമ്പിലിരിക്കുന്നവരിൽ ഞാൻ പറഞ്ഞതുപോലെയുള്ള ഉദാഹരണങ്ങളിലൂടെ കടന്നു പോകുന്ന ധാരാളം പേര് ഉണ്ടാകും. മുങ്ങിത്താഴാൻ പോയ സ്ലീഹന്മാരെ പോലെ പ്രതിസന്ധികളിൽപ്പെട്ട് മുങ്ങിത്താന്നുകൊണ്ടിരിക്കുന്നവർ ഇന്ന് ഈ നൈറ്റ് വിജിലിൽ പങ്കെടുക്കുന്നുണ്ട്. സൂസന്നയെ പോലെ അനീതിക്ക് ഇരയായവർ എവിടെയൊക്കെയോ ഇരുന്ന് ഈ രാത്രിയിൽ ഈ ടെലിവിഷൻ ചാനൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. റാഹേലിനെ പോലെ, എൽക്കാന അന്ന ദമ്പതികളെ പോലെ ഒരു കുഞ്ഞിന് വേണ്ടി എവിടെയൊക്കെയോ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ ഈ രാത്രി ഏതോ ഒരു ടെലിവിഷൻ സെറ്റിൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ജോസഫിനെ പോലെ, പൂർവ്വ യോസേപ്പിനെ പോലെ സ്വന്തം സഹോദരന്മാരെ പോലും ചതിക്കപ്പെട്ടവരും കൈവിറ്റവരും ഒറ്റിക്കൊടുക്കപ്പെട്ടവരും ഇന്ന് എപ്പോഴും എവിടെയോ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ജോസഫിനെ പോലെ നീതി നിഷേധിക്കപ്പെട്ടവർ എവിടെയൊക്കെയോ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. മോശയെപ്പോലെ നിസ്സഹായരായവർ, മോശയെപ്പോലെ ജനത്തിൻ്റെ വിമർശനം കേട്ട് തളർന്നവർ ഈ രാത്രി എവിടെയൊക്കെയോ ഇരുന്നു കൊണ്ട് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. കടക്കാർ ഭീഷണിപ്പെടുത്തി മക്കളെ തട്ടിക്കൊണ്ടുപോകും, അടിമകളാക്കി കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ ആ വിധവ അനുഭവിച്ച മനോവ്യത പോലെ കടക്കണി മൂലം, സാമ്പത്തിക പരാധന മൂലം ഒരു വഴിയും കാണാതെ ഇന്ന് ആരൊക്കെയോ എവിടെയൊക്കെയോ ഇരുന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. മരം വെട്ടുകാരൻ്റെ കോടാലി, കടം വാങ്ങിയ കോടാലി ജോർദാൻ നദിയിൽ പോയി. തിരിച്ചു കൊടുക്കാൻ വഴിയില്ല, കൈ കാശില്ല, നിസ്സഹായത. ഇതുപോലെ അപ്രതീക്ഷിതമായി സാമ്പത്തിക പരാധീനയിൽപ്പെട്ട, കടബാധ്യതയിൽപ്പെട്ട് പണം തിരിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാതെ, കുടുംബച്ചെലവ് നടത്താൻ നിവൃത്തിയില്ലാതെ ആ വിധിയെ പോലെ വേദനിക്കുന്ന ആരൊക്കെയോ എന്ന് എവിടെയൊക്കെയോ ഇരുന്ന് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഹെസക്കിയായെ പോലെ മരണഭയം കൊണ്ടും രോഗങ്ങൾ കാരണവും എവിടെയൊക്കെയോ ഇരുന്ന് കരയുന്ന ഒരുപാട് പേര് രാത്രി ഈ ടെലിവിഷൻ ചാനലിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ചികിത്സിച്ചിട്ട് മാറാത്ത രോഗങ്ങൾ, ചികിത്സിക്കുന്ന രോഗങ്ങൾ, അറിയാത്ത രോഗങ്ങൾ, പണമില്ലാത്തതുകൊണ്ട് ചികിത്സിക്കാത്ത രോഗങ്ങൾ, ഇതുമായിട്ട് കരയുന്നവർ, വിലപിക്കുന്നവർ, നിരാശ പിടിച്ചവർ, മരിക്കാൻ പോകുന്നുവെന്ന് തോന്നുന്നവർ ഈ രാത്രിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. മക്കബായക്കാർ അമ്മയെയും മക്കളെയും പോലെ അനീതിക്ക് വിധേയപ്പെട്ട് സഹിക്കുന്നവർ എവിടെയൊക്കെയോ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അഗ്നിയിലേക്ക് എറിയപ്പെട്ട 3 യുവാക്കളെ പോലെ സഹനത്തിൻ്റെ തീച്ചൂളയിലേക്ക് എടുത്ത് എറിയപ്പെട്ടവർ എവിടെയൊക്കെയോ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ദാനിയേലിനെ പോലെ ശത്രുക്കളുടെ ഇടയിലേക്ക് വലിച്ചെറിയപ്പെട്ട ആരോ, ശത്രുക്കളാൽ വലയം ചെട്ടപ്പ ആരൊക്കെയോ ഈ രാത്രിയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. യോനായെ പോലെ സ്വന്തം തെറ്റിൻ്റെ ഫലമായി കരകയറാൻ പറ്റാത്ത പ്രതിസന്ധിയിലായവർ ഈ രാത്രിയിൽ രക്ഷപ്പെടാൻ വേണ്ടി എവിടെയൊക്കെയോ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. മുങ്ങിത്താഴുന്ന പത്രോസിനെ പോലെ പരിഭ്രാന്തരായി ആരൊക്കെയോ രക്ഷയ്ക്ക് വേണ്ടി എവിടെയൊക്കെയോ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്.
രക്തസ്രാവക്കാരിയായ ആ സ്ത്രീയെ പോലെ കർത്താവിനെ തൊടാൻ കൈനീട്ടിക്കൊണ്ട് തകർന്ന ഹൃദയത്തോടുകൂടി ആരൊക്കെയോ എന്ന് ഈ ചാനലിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് ഈ രാത്രി കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ ബന്ധുജനങ്ങളും നാട്ടുകാരും കൂടി താഴേക്കിറക്കി ഇതുപോലെ മറ്റാർക്കോ വേണ്ടി, മറ്റാരുടെ ഒരു രക്ഷയ്ക്ക് വേണ്ടി ഈ രാത്രിയിൽ ഈ ചാനലിന് മുമ്പിലിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. മഗ്ദലന മറിയത്തെ പോലെ അനുതാപമുള്ളവരും ജീവിതത്തിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നവരും ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നല്ല കള്ളനെ പോലെ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഈ രാത്രിയിൽ ആരൊക്കെയോ പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പുണ്ട്. എസ്തഫാനസിനെ പോലെ ആരോടും പരാതിയില്ലാതെ പരിഭവമില്ലാതെ കർത്താവെ ശക്തി തരണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആരൊക്കെയോ ഇരിപ്പുണ്ട്. ഒരുപക്ഷെ അതിൽ ചിലർ ഈ ഓഡിറ്റോറിയത്തിലാണ്, മറ്റു ചിലർ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഏതോ ചില ടെലിവിഷൻ സെറ്റിൻ്റെ മുമ്പിലാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മൾ എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും അത് ദൈവത്തിൻ്റെ കാതുകളിലെത്തും. ഞാനിന്നൊരു സുവിശേഷ ഭാഗം വായിച്ചു. യേശോ ഒരു രാജസേവകൻ്റെ വൃത്തിനെ സുഖപ്പെടുത്തുന്ന കാര്യമാണ്. ഈശോ കാനായില, രാജസേവകൻ താമസിക്കുന്നത് കഫർനാഹൂമിൽ നിന്ന് ഈ മനുഷ്യൻ കാനായിൽ വന്ന് യേശുവിനോട് പറയുകയാണ്, എൻ്റെ മകൻ മരിക്കാറായിരിക്കുന്നത്, നീ സുഖപ്പെടുത്തണം. ഈശോ പറഞ്ഞു, നീ പൊയ്ക്കോ, അവൻ സുഖപ്പെടും, അവൻ മരിക്കത്തില്ല. ഇപ്പം ഞാൻ വെറുതെ ഒന്ന് ഇൻ്റർനെറ്റിൽ കയറി നോക്കിയെന്ന് ഈ കാനായും കഫർനാഹൂവും തമ്മിൽ എത്ര ദൂരമുണ്ടെന്ന്. ഇപ്പോഴത്തെ റോഡ് ദൂരമനുസരിച്ച് 26 കിലോമീറ്റർ. അപ്പം ഈ കാനായിലിരുന്ന് 26 കിലോമീറ്റർ അകലെയുള്ള ഒരു കൊച്ചിനെയാണ് യേശു സുഖപ്പെടുത്തത്. അതായത് യേശുവിൻ്റെ ഫിസിക്കൽ പ്രസൻസ്, ശാരീരികമായ സാന്നിധ്യം ഇല്ല അവിടെ. കുട്ടി എത്രയോ അകലെ കിടക്കുന്നു. അവിടേക്ക് ഈ 26 കിലോമീറ്റർ ദൂരത്തേക്ക് കർത്താവായ ദൈവം തൻ്റെ ശക്തി അയക്കുക, തൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി. അത് ആ കുട്ടിയിൽ ചെന്ന് സൗഖ്യം പ്രാപിക്കുക. ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞു, അവൻ സുഖം പ്രാപിക്കുമെന്ന് യേശു പറഞ്ഞ അതേ നിമിഷം ആ കുട്ടിക്ക് സുഖപ്പെട്ടു. ഞാൻ ആലോചിച്ചു, അപ്പോൾ ഈ 26 കിലോമീറ്റർ ദൈവത്തിൻ്റെ ശക്തി സഞ്ചരിക്കുമോ? അപ്പം ഞാൻ എന്നത്തിനെ പിന്നീട് മണ്ടാന്ന് വിളിച്ചു. കാരണം ഈ സ്വർഗത്തിലിരിക്കുന്ന ദൈവം അവിടെ നിന്ന് എത്രയോ കിലോമീറ്റർ അകലെയായി ഭൂമി, അവിടെ നിന്ന് എത്രയോ കിലോമീറ്റർ അകലെയാണ് നിങ്ങളും ഞാനും. ഈ ഭൂമിയിലിരുന്നു കൊണ്ട് സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെ നമ്മൾ വിളിക്കുമ്പോൾ അവിടെ നിന്ന് ശക്തി അയച്ച് ഇവിടെ ഇരിക്കുന്ന നമ്മളെ സുഖപ്പെടുത്താൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന് 26 കിലോമീറ്റർ അല്ല, 26,000 കിലോമീറ്റർ അല്ല, 26 കോടി കിലോമീറ്ററും പ്രശ്നമല്ല. ആ ദൈവമാണ് പറഞ്ഞത്, എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരം തരാം. ദൈവത്തെ നിസ്സഹായതയിൽ വിളിച്ച സർവർക്കും ദൈവം കൃപ കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ അവർ ചോദിച്ചത് കൊടുത്തു, ഇല്ലെങ്കിൽ ആ പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തി ദൈവം നൽകി. പിടിച്ചു നിൽക്കാനുള്ള ശക്തിയെങ്കിലും ദൈവം നൽകി. നമുക്ക് ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ എവിടെയുമാകട്ടെ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മളൊരു പാട്ട് പാടിക്കൊണ്ട് ഒരു പ്രാർത്ഥനയിലേക്ക് പോവുകയാണ്. ആ പാട്ട് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഏത് അവസ്ഥയിലാണെങ്കിലും, ഏത് പ്രതിസന്ധിയിലാണെങ്കിലും, സിംഹക്കുഴയിലാണെങ്കിലും, പൊട്ടക്കിണറ്റിലാണെങ്കിലും നമ്മളെ രക്ഷിക്കുവാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മളെ രക്ഷിക്കുവാൻ കഴിയുന്നവനാണ് ദൈവം. നമ്മുടെ നിലവിളി കേൾക്കാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പാട്ട് പാടുന്ന സമയത്ത് ഒരിക്കൽ കൂടി നമുക്കൊന്ന് കണ്ണുകളടച്ച് നമ്മുടെ മനസ്സിനെ ഒന്ന് കർത്താവിലേക്ക് ഫോക്കസ് ചെയ്യാം. നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് നമുക്ക് മനസ്സിനെ കൊണ്ടുവരണ്ട. പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. അതറിഞ്ഞിട്ട് എത്രയോ കാലമായി. എപ്പോഴും തന്നെ അതിനെപ്പറ്റിയല്ലേ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് കൂടുതൽ ആകുലപ്പെടാൻ, കൂടുതൽ ഉത്കണ്ഠപ്പെടാൻ, കൂടുതൽ തളർന്നു പോകാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു പരിഹാരവുമില്ല. എന്നാൽ ഈ നിമിഷം ഈ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹരിക്കാൻ കഴിയുന്ന കർത്താവായ ദൈവത്തിൻ്റെ മുഖത്തേക്കൊന്ന് മനസ്സിനെ തിരിച്ചു വെക്കാം. നമ്മുടെ മനസ്സിനെ ഒന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ണുകൾ അടയ്ക്കുന്നത്.
കണ്ണുകളടയ്ക്കുമ്പോൾ ഭൗതികമായി ഒന്നിലേക്ക് നമ്മൾ നോക്കുന്നില്ല. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ മനസ്സ് തിരിക്കുന്നു. കർത്താവേ, ഇതാണ് ഞാൻ, ഇതാണ് എൻ്റെ അവസ്ഥ, ഇതാണ് ഞാൻ കടന്നു പോകുന്ന വഴികൾ, ഇതാണ് എൻ്റെ 0 അവർ. എനിക്ക് സ്വയം പരിഹരിക്കാൻ പറ്റുന്നില്ല. എന്നെ രക്ഷപ്പെടുത്താൻ മറ്റാരുമില്ല. ഞാൻ ആരൊക്കെയോ എന്നെ സഹായിക്കുമെന്ന് വിചാരിച്ചു. ഒന്നെങ്കിൽ അവർക്കെന്നെ സഹായിക്കാൻ മനസ്സില്ല, അല്ലെങ്കിൽ അവർക്കെന്നെ സഹായിക്കാൻ കഴിവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏകനാണ്, ഞാൻ ഒറ്റയ്ക്ക് തുഴയണം. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. അന്ന് അപ്പസ്തോലന്മാരെ രക്ഷിച്ചതുപോലെ എന്നെ രക്ഷിക്കണമേ. സൂസനയുടെ പ്രാർത്ഥന കേട്ടതുപോലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. റാഹേലിൻ്റെയും എൽക്കാന അന്ന ദമ്പതികളുടെയും പ്രാർത്ഥന കേട്ടതുപോലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ആ വിധവ പ്രാർത്ഥിച്ചപ്പോൾ എണ്ണ വർദ്ധിപ്പിച്ച് കടം വീട്ടതുപോലെ എൻ്റെ ഇല്ലായ്മകളിലേക്ക് ഒരത്ഭുതമായിട്ട് ദൈവമേ നീ കടന്നു വരണമേ. മരം വെട്ടുകാരൻ്റെ കോടാലി നഷ്ടപ്പെട്ട ആ പ്രതിസന്ധിയിൽ ആ കോടാലി പൊക്കിക്കൊടുത്തതുപോലെ കർത്താവെ, സാമ്പത്തിക പ്രയാസത്താൽ കടബാധ്യതയിലൊക്കെ കഷ്ടപ്പെടുന്ന എൻ്റെ ജീവിതത്തിലേക്ക് നീ ഒരു കൃപയായിട്ട് കടന്നു വരണമേ. യെസക്കിയയെ പോലെ രോഗത്താലും മരണഭയത്താലും കഷ്ടപ്പെടുന്ന എൻ്റെ ജീവിതത്തിലേക്ക് സൗഖ്യമായി, രക്ഷയായി, ആയുസ്സായിട്ട് കർത്താവെ നീ കടന്നു വരണമേ. മഖവായ ചെറുപ്പക്കാരെ പോലെ തീയിലേക്ക് എറിയപ്പെട്ട പോലെ നീറുന്ന വേകുന്ന എൻ്റെ ജീവിതത്തിലേക്ക് ഒരു രക്ഷയായിട്ട് ദൈവമേ നീ കടന്നു വരണമേ. ഒരുപക്ഷെ ഞാൻ യോനായെ പോലെ തെറ്റ് ചെയ്ത മനുഷ്യനായിരിക്കും. ഞാൻ ചെയ്ത തെറ്റിൻ്റെ, എൻ്റെ ഉഴപ്പിൻ്റെ, എൻ്റെ പാപത്തിൻ്റെ ഫലമായിട്ടായിരിക്കും ഒരുപക്ഷെ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സഹനങ്ങൾ. എങ്കിലും കർത്താവ്, യോനായെ പോലെ ഞാനും പശ്ചാത്തപിക്കുന്നു. യോനയെ പോലെ ഞാനും എൻ്റെ പാപങ്ങൾ ഏറ്റുപറയുന്നു. എന്നെ രക്ഷിക്കണമേ എന്ന് ഈ രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നു. പത്രോസിനെ പോലെ ഞാൻ പരിഭ്രാന്തനാണ്, കൈവിട്ടുപോയി, മുങ്ങി താഴുകയാണ്. പത്രോസ് നിലവിളിച്ചു, കർത്താവെ രക്ഷിക്കണമേ. ഒരു ചെറിയ പ്രാർത്ഥന, കർത്താവെ രക്ഷിക്കണമേ. ഓ ദൈവമേ, ഞാനും ഈ രാത്രി പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ. ഹൃദയത്തിൽ നിന്ന് വിളിക്കുക, നിശബ്ദതയിലെങ്കിലും വിളിക്കുക, കർത്താവിനെ രക്ഷിക്കണമേ. ഈശോ നമ്മളോട് പറഞ്ഞു, നിന്റെ ഹൃദയ വിചാരങ്ങൾ പോലും എനിക്കറിയാം. ഞാനറിയാതെ നിന്റെ തലയിലെ ഒരു മുടി പോലും കുഴിയുന്നില്ല. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് നിശബ്ദതയിൽ വിളിക്കുമ്പോൾ പോലും ആ വിളി കർത്താവിൻ്റെ കാതുകളിലെത്തും, കർത്താവിൻ്റെ കാതുകളിലെത്തും. ആ വിശ്വാസത്തോടെ വിളിക്കുക. രക്തസ്രാവക്കാരി കർത്താവ് പോലും അറിയാതെ കൈ നീട്ടി ആ വസ്ത്രത്തിന് വെളുവിലെല്ലാം തൊടാൻ ശ്രമിച്ചതുപോലെ ഒന്ന് വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയുടെ കരം നീട്ടി യേശുവിനെ ഈ നിമിഷങ്ങളിൽ ഒന്ന് തൊടാൻ ശ്രമിക്കുക. കർത്താവേ, നിന്നിൽ സൗഖ്യത്തിൻ്റെ ശക്തിയുണ്ട്. ആ ശക്തിയിൽ അല്പം ഇന്ന് എന്നിലേക്ക് കടന്നു വരട്ടെ. അതെനിക്ക് രോഗശാന്തിയായി, മനസ്സിൻ്റെ സൗഖ്യമായി രൂപാന്തരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. മഗ്ദലനെ പോലെ ജീവിതത്തിലൊരു മാനസാന്തരം വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, കർത്താവെ എനിക്ക് രക്ഷപ്പെടണമെന്നും ആഗ്രഹമുണ്ട്, എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നല്ല കള്ളനെ പോലെ അനുതാപത്തോടുകൂടി കർത്താവിനെ വിളിക്കാം. അതുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് 2 കൈകളും ഒന്ന് നെഞ്ചോട് ചേർത്ത് വിളിക്കാം. കൈകൾ 2 നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ദയവായിട്ടാരും കണ്ണുകൾ തുറക്കാതിരിക്കുക. അല്പസമയത്തേക്ക് വിദൂര സ്ഥലങ്ങളിലായിരിക്കുന്നവരും നിങ്ങൾ എവിടെയും ആയിരിക്കട്ടെ, അവിടെ ഇരുന്നു കൊണ്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് കണ്ണുകൾ അടയ്ക്കാം. നിങ്ങൾക്കും നിങ്ങളുടെ കൈകളെ നെഞ്ചോട് ചേർത്ത് വെക്കാം. എന്നിട്ട് ഈ പാട്ട് നിങ്ങൾ നിശബ്ദമായിട്ട് കേൾക്കുക. കർത്താവ് നമ്മളോട് പറയുകയാണ്, ക്രൈസ്തവ ജീവിതം, യേശു ക്രിസ്തു നയിക്കപ്പെടുന്ന ഒരു ജീവിതം പരാജയപ്പെടുകയില്ല. ദൈവം നമ്മളെ കൈവിടുകയില്ല. ദാനിയേലിനെ രക്ഷിച്ച ദൈവം, ജോസഫിനെ രക്ഷിച്ച ദൈവം, ഞാൻ ഈ പറഞ്ഞതുപോലെ ഉദാഹരണങ്ങൾ അനേകരെ രക്ഷിച്ച ദൈവം നമുക്ക് കൂട്ടായി നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് പ്രാർത്ഥനാപൂർവം കണ്ണുകൾ അടച്ചുകൊണ്ട് ആ ഗാനം ഇപ്പോൾ ശ്രമിക്കാം. കർത്താവേ സ്തോത്രം പറയുന്നു, കർത്താവേ നന്ദി, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ സ്വരം നിന്റെ കാതുകളിലെത്തട്ടെ, ഞങ്ങളുടെ നിലവിലൊരു ശബ്ദത്തിന്റെ കാതുകളിലെത്തട്ടെ. കർത്താവേ നന്ദി, ദൈവമേ സ്തോത്രം. യേശുവേ നന്ദി, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവേ സ്തോത്രം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ശ്രീയേശു നായകൻ കൂട്ടാളിയല്ലോ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ശ്രീയേശു നായകൻ കൂട്ടാളിയല്ലോ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. സഹോദരന്മാര് വിറ്റ് ജോസഫിനെ ഒന്ന് ഓർക്കാം. ആദ്യം അവർ അദ്ദേഹത്തെ പൊതക്കരട്ടിലിട്ടു, കൊല്ലാൻ ആലോചിച്ചു. പിന്നീട് കച്ചവടക്കാർക്ക് വിറ്റു, കച്ചവടക്കാരെ കൊണ്ടുപോയി അടിമയാക്കി വിറ്റു. രാജാവിൻ്റെ സൈന്യാധിപൻ പൊത്തിഫിനെ വിലയ്ക്ക് വാങ്ങി വീട്ടിൽ കൊണ്ട് അടിമപ്പണി ചെയ്യിച്ചു. ജോസഫ് അപ്പോഴും ദൈവത്തെ കൂടെ നിർത്തി. ദൈവം അപ്പോഴും ജോസഫിൻ്റെ കൂടെ നിന്നു. ജോസഫിനെ ദൈവം വാഴ്ത്തി. കർത്താവേ, അതുപോലെ വഞ്ചനയ്ക്കും ചതിക്കും ഒക്കെ വിധേയപ്പെട്ടിട്ടുണ്ടാകും. മറ്റുള്ളവർ ഒറ്റിക്കൊടുത്തിട്ടുണ്ടാകും. കുടുംബക്കാരെ പോലും കൈവിട്ടിട്ടുണ്ടാകും. ദൈവമേ, നീ എനിക്ക് കൂട്ടായി വരണമേ, നീ എനിക്ക് രക്ഷയായി വരണമേ, നീ എനിക്ക് വിമോചനായി വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവേ. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകരെല്ലാവരും കൈവിടിടുമ്പോൾ ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകരെല്ലാവരും കൈവെടിഞ്ഞിടുമ്പോൾ സ്വന്ത സഹോദരർ തള്ളിക്കളയുമ്പോൾ യൗസേപ്പിൻ ദൈവമൻ കൂട്ടാളിയല്ലോ. നന്ദി ദൈവമേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. നമുക്ക് കരങ്ങളെ അല്പം ഉയർത്തിപ്പിടിക്കാം. എല്ലാവരും കരങ്ങളെ അല്പം ഉയർത്തിപ്പിടിക്കുക. കർത്താവായ ദൈവത്തെ ആരാധിച്ചതിൻ്റെ പേരിൽ, വിഗ്രഹാരാധന നടത്താത്തതിൻ്റെ പേരിൽ സിംഹക്കുഴിയിലേക്ക് എറിയപ്പെട്ട ദാനിയേലിനെ ഓർക്കാം. അതിനുവേണ്ടി രാജാവിനെ സ്വാധീനിച്ച് ദാനിയേലിന് ആരോപണങ്ങൾ ഉന്നയിച്ച് സിംഹക്കുഴിയിലേക്ക് എറിയപ്പെട്ടത് ഓർക്കാം. സിംഹങ്ങൾ അദ്ദേഹത്തെ ഉപദ്രവിക്കാതെ പതുങ്ങിക്കിടക്കുന്നത് ഓർക്കാം. തീയിലേക്ക് എറിയപ്പെട്ട യുവാക്കളെ കർത്താവ് അയച്ച മാലാഖ സംരക്ഷിക്കുന്നത് ഓർക്കാം. ഓ കർത്താവേ, എനിക്ക് സംരക്ഷണമായി കടന്നു വരണമേ, എനിക്ക് നീതി തരുവാനായി കടന്നു വരണമേ, അനീതിക്കെതിരെ എന്നെ രക്ഷിക്കുവാനായി കടന്നു വരണമേ, അനീതിക്കെതിരെ എനിക്ക് സംരക്ഷണ ബലവുമായി കടന്നു വരണമേ. പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്ര, ദൈവമേ നന്ദി. ഹാല 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 അന്ധകാരം ഭൂമിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ അന്ധകാരം ഭൂമിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമൻ കൂട്ടാളിയല്ലോ. അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമൻ കൂട്ടാളിയല്ലോ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കരങ്ങൾ താഴ്ത്തി, കരങ്ങൾ കൂപ്പി പിടിച്ചുകൊണ്ടോ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ടോ വിശുദ്ധമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നിമിഷങ്ങളിൽ അവിടുത്തെ ശക്തി എന്നിലേക്ക് കടന്നു വരണമേ. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരം വരണമേ. ഞാൻ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ എന്ന് നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം.
കർത്താവേ സ്തോത്ര ദൈവമേ നന്ദി. കർത്താവെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന നിമിഷങ്ങളിൽ അങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥന ഇവിടുന്ന് കേൾക്കണമേ. അവരോട് കരുണ തോന്നണമേ. അവരുടെ ബന്ധനങ്ങൾ അഴിച്ചു കളയണമേ. അവരുടെ രോഗങ്ങൾ സുഖപ്പെടുത്തണമേ. അവരുടെ സാമ്പത്തിക പരാധീനങ്ങൾ മാറ്റിക്കളയണമേ. അവരുടെ കടബാധ്യത നീക്കിക്കൊടുക്കണമേ. അവർക്ക് നീതി നടത്തി കൊടുക്കണമേ. സഹിക്കുവാനുള്ള ശക്തി നൽകണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. കർത്താവേ നന്ദി. നിന്റെ ശക്തി ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ വലിയം ചെയ്യണമേ. രക്ഷിക്കുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കർത്താവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. കർത്താവേ നന്ദി. ദൈവമേ സ്തോത്രം. നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ രാജാവൻ കൂട്ടാളിയായ എന്തിനി ഭാരങ്ങൾ എന്തിനി വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ശ്രീയേശു നായകൻ കൂട്ടാളിയല്ലോ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ഒരു നിമിഷം നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ചെറിയ സ്വരത്തെ സ്തുതിക്കാം. കർത്താവെ സങ്കടങ്ങൾ എടുത്തു മാറ്റി, നിരാശ എടുത്തു മാറ്റി, സ്വർഗത്തിന്റെ സന്തോഷം കൊണ്ടനെ നിറയ്ക്കണമേ. സ്വർഗത്തിന്റെ ശക്തി കൊണ്ടനെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. എല്ലാ ആകുലതകളും എടുത്ത് മാറ്റണമേ. എല്ലാ സങ്കടങ്ങളും എടുത്ത് മാറ്റണമേ. എല്ലാ രോഗങ്ങളും എടുത്ത് മാറ്റണമേ. അസ്വസ്ഥതകൾ എടുത്ത് മാറ്റണമേ. മനസ്സിനെ ഭാരപ്പെടുന്ന സർവ്വ പ്രശ്നങ്ങളിലേക്കും കൃപയായിട്ട് രക്ഷയായിട്ട് ഇവിടുന്ന് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. യേശുവേ നന്ദി. ഹാല 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 ഹാല. ദൈവമേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ മഹത്വം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. കർത്താവേ സ്തോത്രം. യേശുവേ